ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ചിക്കൻ കുനാഫ ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ട ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ എല്ലില്ലാത്ത പീസാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യലൊക്കെ എളുപ്പമായി തോന്നുക. അപ്പോൾ ഇതാ ഇതുപോലെ നീളത്തിലുള്ള പീസാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മസാല തേച്ചിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും 1 ടീസ്പൂൺ തൈരും അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങനെ വെക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഇതാ ബിരിയാണി ഉണ്ടാക്കുകയാണ്. നിൽക്കാൻ്റെ ഒരു ഫ്രണ്ടിന് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സ്നാക്സ് കാര്യങ്ങളൊന്നും വേണ്ടാന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന്. അപ്പോൾ ഇതാ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ ഇതാ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീരകശാല അരി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മളെപ്പം ലുലു പോയാലും ഇപ്പം അവിടെ വരുന്നില്ല എന്നാണ് പറയണത്. നാട്ടിൽ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്നാണ് കേട്ടോ പറയണത്. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരം വാങ്ങുന്ന ബ്രാൻഡൊന്നുമല്ല കേട്ടോ. ഏത് ബ്രാൻഡായാലും ഇപ്പം നമ്മൾ വാങ്ങും. അതാണ് ഇപ്പം അവസ്ഥ. ഇനി ഇതാ നമ്മൾ ചിക്കൻ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ കുനാഫ ഡോ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ കുനാഫ എന്ന് പേര് വന്നതും. പിന്നെ ഈ ഒരു കുനാഫ ഡോ ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ചിക്കൻ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യണം. ഇത് ഉണ്ടാക്കണ കാണുമ്പോൾ കുറച്ച് പാടുള്ള പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ പ്രസ്സാക്കിയിട്ടില്ലെങ്കിലും അതവിടെ നിൽക്കും കേട്ടോ. നമുക്കങ്ങനെ തോന്നും കേട്ടോ അതിങ്ങനെ ഊരിപ്പോരും എന്നൊക്കെ. പക്ഷെ അത് ഊരിപ്പോരൊന്നുമില്ല. അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് സമൂസ ലീഫ് ഉണ്ടല്ലോ, അതുകൊണ്ടും ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ മുഴുവനും ആക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന ആ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള കുനാഫ ഡോ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കരിഞ്ഞു പോവും. ചിക്കനാണെങ്കിൽ വെന്ത് വരില്ല. അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ ചെറിയ കച്ചറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓന് വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അപ്പം അത് പ്രശ്നമായി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞപ്പോക്കിന് ഇതാ നമ്മുടെ ചിക്കൻ കുനാഫ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ കുനാഫ ജൈമോക്ക് വേണ്ടാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ഞാനിതാ പപ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ന്യൂട്ടെല്ലാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് അങ്ങനെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ആക്കാന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഇത് റെഡിയായി വരുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ന്യൂട്ടെല്ല റോള് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതാ പാല് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലിന് പകരം എഗ്ഗ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ. എൻ്റെ കയ്യിൽ ആ ടൈമിൽ എഗ്ഗ് ഇല്ലേ ഇനി, അതുകൊണ്ടാണ് ഞാൻ പാല് എടുത്തത്. എഗ്ഗ് ആകുമ്പോൾ നല്ല കറക്റ്റ് ബ്രൗൺ കളറിൽ നമുക്ക് ബേക്ക് ചെയ്താൽ കിട്ടും. ഇനി ഇതാ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഓവനിലേക്കാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച സമയം. ഞാൻ ഈ ഒരു ന്യൂട്ടെല്ലൻ്റെ റോള് മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ തോന്നുന്നത്. എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ അത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് വാട്ടർമെലൻ ഇല്ലാതെ നോമ്പ് തുറക്കുമ്പം നോമ്പ് തുറന്നൊരു ഫീല് കിട്ടൂല. അതെന്താ അറിയില്ല കേട്ടോ. എനിക്ക് ആദ്യം മുതലേ വാട്ടർമെലന് ഒരു ചെറിയ പീസെങ്കിലും തിന്നാലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പം എനിക്ക് മാത്രമാണോ അതെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇതാ ന്യൂട്ടെല്ലൻ്റെ ഈ റോള് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ഉണ്ടായിനി കേട്ടോ. പിന്നെ ദാ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്ന്. പിന്നെ ഈ ഒരു ചിക്കൻ കുനാഫി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇത് നമ്മൾ സ്വീറ്റ് ചില്ലി സോസ് കൂട്ടിയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്.
ഇനി ഇതാ ബിരിയാണി വാഴൻ്റെ ഇലയിലാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോണത്. ഇന്ന് എന്താ അറിയില്ല, അങ്ങനെ ഒരു ഇഷ്ടം കേട്ടോ ഇലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാത്രമല്ല ദിയമോക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എല്ലാ സ്ഥലത്തും നോക്കിയപ്പം എവിടെയും വാഴൻ്റെ ഇല ഇല്ല കേട്ടോ. പിന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് ഇല കിട്ടിയിട്ടോ. പക്ഷെ അത്രയ്ക്ക് നല്ലതല്ലേ ഇനി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ അടച്ചിടുമല്ലോ, അതുകൊണ്ട് തന്നെ വാഴൻ്റെ ഇല ഒന്നും ആരും വാങ്ങിക്കണില്ല. അപ്പോൾ ഇല അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വാങ്ങി കൊണ്ടുവന്ന് പിന്നെ നമ്മളത് നന്നായിട്ട് ചുടുവെള്ളത്തിലിട്ട് നല്ലതുപോലെ തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിൽ ചോറ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതായാലും ആ ആഗ്രഹം സാധിച്ചിട്ടോ. ഇലയിൽ ബിരിയാണിയൊക്കെ കഴിച്ച് ദിയമോക്കും നല്ല സന്തോഷമായി കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇത് വല്ലാത്തൊരു ആഗ്രഹമായിപ്പോയി. നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, പുറത്തിറങ്ങിയിട്ട് വാഴൻ്റെ ഇല കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോഴാണെങ്കിൽ ആർക്കും ഇലേൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കിട്ടാത്തപ്പോഴാണല്ലോ ഓരോ സാധനം നമുക്കിങ്ങനെ ആവശ്യം ഉണ്ടാവുക. പിന്നെ പുറത്ത് പോയി തിരിച്ച് വന്നപ്പോൾ ഹൈവിൻ്റെ ടോട്ടി കേക്ക് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിനി. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ, അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ഇത് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ചോക്ലേറ്റ് ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നമ്മൾ ജോയിമോൻ ഇതിൻ്റെ കട്ട ഫാനാണ് കേട്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പം പച്ചമുളക് നമ്മൾ ഇതുപോലെ അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ചിക്കൻ കുനാഫയും പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.